ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സാർ, അടുത്തായിട്ട് ഒരു സിമ്പിൾ നോട്ടിൽ ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. അതായത് നമ്മളൊരു നിക്ഷേപകനാണെങ്കിൽ നമ്മൾ എപ്പോഴും കാണുക നമ്മൾ ഇതുവരെ ലഭിച്ചിരുന്ന അതേ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് ബാങ്കിൽ നിന്ന് ലഭിക്കണം എന്നാണ്. നേരെ മറിച്ച് നമ്മളൊരു ലോൺ എടുത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ കാണുക നമ്മുടെ EMIയുടെ ഒക്കെ തന്നെ ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞു കിട്ടണമെന്നാണ്. ഇപ്രാവശ്യത്തെ ഒരു മോണിറ്ററി പോളിസിയുടെ ഒരു ഫലം പരിശോധിക്കുകയാണെങ്കിൽ ആർക്കായിരിക്കും സന്തോഷിക്കാനുള്ള ഒരു നറുക്ക് വീഴുക എന്നാണ് സാറ് കരുതുന്നത്? നാളെ നമുക്ക് റേറ്റ് മാറ്റുന്നില്ലെങ്കിൽ ആർക്കും നറുക്ക് വീഴുന്നില്ല. അത് രണ്ടു കൂട്ടർക്കും അതൊരു ന്യൂട്രലായിരിക്കും. കാരണം അതിപ്പോൾ നമ്മൾ റേറ്റ് കുറയ്ക്കാത്ത സാഹചര്യത്തിൽ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാനും ലോണുകളുടെ പലിശ ശതമാനം അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാനും സാധ്യതയുണ്ട്. എന്തായാലും നാളെ റേറ്റ് കൂട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. നാളെ റിപ്പോ റേറ്റ് കൂട്ടും, നിരക്കുകൾ കൂട്ടുമെന്ന് ഒരു ഡിസ്കഷനും ഇല്ല. നിരക്കുകൾ കൂട്ടാൻ മാത്രം, അതായത് ലിക്വിഡിറ്റി സക്കിങ് ചെയ്യാനുള്ള നമ്മൾ റേറ്റ് കൂട്ടുമ്പോൾ സിസ്റ്റത്തിലുള്ള ലിക്വിഡിറ്റി സക്കിങ് ചെയ്താണ് നമ്മൾ പുറത്തേക്ക് എടുക്കണം, അല്ലെങ്കിൽ സിസ്റ്റത്തിൽ നിന്ന് അത് കൊണ്ടുപോകണം. അങ്ങനെ ഒരു കമ്പൽഷൻ ഇപ്പോഴില്ല. അതുകൊണ്ട് റിപ്പോ റേറ്റ് നാളെ കൂട്ടുമെന്നൊരു ഡിസ്കഷൻ ഒരിക്കലുമില്ല. പിന്നെ കുറയ്ക്കാനുള്ള ഒരു സാഹചര്യമാണ് നമ്മളൊരു ഡിസ്കഷനിൽ വരുന്നത്, ഒരു പോസിബിലിറ്റി ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ പോസിബിലിറ്റി കുറയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വായ്പയുടെ ഇൻട്രസ്റ്റ് റേറ്റുകൾ കുറയും. അത് വായ്പ എടുത്തിരിക്കുന്ന ആളുകൾക്കും ഇനി വായ്പ എടുക്കാൻ പോകുന്ന ആളുകൾക്കും അത് തീർച്ചയായിട്ടും ഒരു സന്തോഷമുള്ള കാര്യമായിരിക്കും. അതേസമയം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആളുടെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള ഡെപ്പോസിറ്റുകൾ ആ കാലാവധി ആവുന്നത് വരെ ആ റേറ്റ് എല്ലാം ഇനി അവർക്ക് കിട്ടും. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ബാങ്ക് ഡെപ്പോസിറ്റുകളുടെ ഒരു കരാറിന്റെ സ്വഭാവം. അതേസമയം പുതിയതായിട്ട് നിക്ഷേപിക്കുന്ന ആളുടെ സംബന്ധിച്ചിടത്തോളം പുതിയ റേറ്റ് ആയിരിക്കും, അപ്പോൾ കുറഞ്ഞ റേറ്റ് ആയിരിക്കും. 25 ബേസിസ് പോയിന്റ്സോ അല്ലെങ്കിൽ 10 ബേസിസ് പോയിന്റ്സോ 15 ബേസിസ് പോയിന്റ്സോ എത്രയാണോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മോണിറ്ററി പോളിസി അങ്ങനെ ഒരു ഡിസിഷൻ വരികയാണെങ്കിൽ അതിന് ആനുപാതികമായിട്ടുള്ള റേറ്റ് കുറവ് ഈ ഡെപ്പോസിറ്റിന്റെ കാര്യത്തിൽ ഉണ്ടാവും. അപ്പോൾ പുതിയ ഡെപ്പോസിറ്റ് ഉള്ള ആളുകൾക്കും പഴയ ഡെപ്പോസിറ്റ് പുതുക്കിയിടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും അത്ര ഒരു സന്തോഷമുള്ള കാര്യമായിരിക്കില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ബാങ്ക് ഡെപ്പോസിറ്റുകളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അട്രാക്ഷൻ കുറഞ്ഞു വരുന്ന ഒരു കാര്യത്തിലാണ് ഇപ്പോഴുള്ളത് നമ്മളുള്ളത്. മ്യൂച്വൽ ഫണ്ടിലേക്കും സ്റ്റോക്കിലേക്കൊക്കെ ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ ഒരു ചലഞ്ച് ബാങ്കുകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഇതുപോലെ ഡെപ്പോസിറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പലിശ കുറയും, ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം റിസോഴ്സ് മൊബിലൈസേഷനും ഒരു ചലഞ്ചായിരിക്കും. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം നാളെ മോണിറ്ററി പോളിസി കമ്മിറ്റി, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്തൊരു തീരുമാനമാണ് ഈ കാര്യത്തിൽ പറയുന്നത് എന്നുള്ളത്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. താങ്ക് യു ബാബു സാർ. ഈ ഒരു മോണിറ്ററി പോളിസിയുടെ ഒരു പ്രീ അനാലിസിസിൽ ഇത്രയും വിശേഷങ്ങൾ നമ്മളോട് പങ്കുവച്ചതിന് നന്ദി പറയുന്നു. താങ്ക് യു. ഫെഡറൽ ബാങ്കിൻ്റെ മുൻ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻ്റായിട്ടുള്ള KA ബാബു ആയിരുന്നു നമ്മളിവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് നിലവിൽ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഈ ഒരു മോണിറ്ററി പോളിസിയിൽ ഒരു റേറ്റ് കട്ടിന്, അതായത് ഒരു റേറ്റ് കട്ടിനുള്ള ഒരു സാധ്യത ഏകദേശം ഒരു 25 ബേസിസ് പോയിൻറ്റ്സിൻ്റെ മാക്സിമം ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ്കോ